കഠിനമായ ഭക്തി കൊണ്ട് ഇന്നത്തെ പൂജയെ അതിജീവിക്കാൻ പറ്റൂ. മോൾക്കത് സാധിക്കുമെന്ന് മുത്തശ്ശിക്ക് ഉറപ്പുണ്ട്. മറ്റാരെ കൊണ്ട് സാധിക്കുന്നതിനേക്കാള് ഗാഥമോളെ കൊണ്ട് നടക്കുമേ. അയ്യോ, എവിടെ അമ്മാവോ? ഇതാരാ ഇത്? ഇതാരാണെന്ന് ഉദയൻ അറിയില്ലേ? ഗാഥമോളെ ആദ്യമായിട്ടാണോ കാണുന്നത്? അല്ല, ഗാഥമോൾ ആദ്യമായിട്ടല്ല കാണുന്നത്. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഞാനിപ്പോ ഗാഥമോളോട് സംസാരിച്ചിട്ടാണ് വരുന്നത്. ഈ നിൽക്കുന്ന ഗാഥമോളുമായിട്ട് നീ പുറത്തു വന്ന് സംസാരിച്ചെന്നോ? അല്ലമ്മേ, പുറത്തൊരു ഗാഥയുണ്ട്, ശരിക്കുള്ള ഗാഥ. ഞങ്ങൾ തമ്മിൽ കുറെ നേരം സംസാരിച്ചതല്ലേ ഇപ്പോ? എങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സത്യം ഞാൻ പറയാം. ഇവിടെ രണ്ട് ഗാഥയുണ്ട്. ഒന്ന് ഈ നിൽക്കുന്ന ഗാഥ, ഒന്ന് പുറത്ത് നിൽക്കുന്ന ഗാഥ. എന്താടി നിർമ്മല, ഇവന് വല്ല അസുഖമുണ്ടോ? നിർമ്മല, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഗാഥ ഒരാളല്ല, ഗാഥ രണ്ടുപേരുണ്ട്. ഇത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഒരു കാര്യം ചെയ്യ്, ഉദയേട്ടൻ വാ. ഉദയേട്ടൻ കണ്ട പെൺകുട്ടി അവിടെ തന്നെ ഉണ്ടോ നമുക്ക് നോക്കാം. നിക്കവിടെ. കാവില് പൂജയ്ക്ക് പോകാനുള്ള സമയമായിപ്പോ ഓരോ കാരണവും പറഞ്ഞ് ഒഴിവാകുകയാണല്ലേ? മര്യാദയ്ക്ക് കാവിലേക്ക് നടക്ക്. അല്ല അമ്മ, ഉദയേട്ടന് സംശയം അപ്പോ? അവന് ചില നേരത്തെ ചില ഉച്ചക്കറക്കുള്ളതാ. അമ്മ, അതെങ്ങനെ ഉച്ചക്കറക്കാവും? ഇത് രാത്രിയല്ലേ, അപ്പൊ രാത്രി കിടക്കുന്നല്ലേ പറയേണ്ടത്? കേട്ടില്ലേ, ഇതൊക്കെയാണ് ഇവന്റെ ഓരോ ന്യായങ്ങള്. പിന്നെ നിന്റെ കാര്യം ഇനി പറയണ്ട. വിശപ്പ് കാരണം ഭ്രാന്ത് പിടിച്ചാണല്ലോ നടക്കുന്നേ. എന്തേ കാണിച്ചത്? പാപമാണ്. ഇതൊക്കെ സർപ്പകോപത്തിന് കാരണമാവും. രാധയുടെ അവിവേകം പൊറുക്കണേ നാഗത്തമ്മരെ. പൂജാമുറിയിൽ വിളക്ക് കൊളുത്തിയോ? ഒവ്വ് തിരുമേനി. ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന പൂജ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പൂജകൾക്ക് ശേഷം വ്രതമെടുത്ത ആൾക്കാർ മാത്രം കാവിലിരിക്കേണ്ടതാണ്. ബാക്കിയുള്ളവരാരും ആ സമയത്ത് കാവിലുണ്ടാവാൻ പാടില്ല. ആ വ്രതത്തില് ഞാനില്ലല്ലോ. നിങ്ങളും ഉൾപ്പെടും. ശരി, പൂജ ആരംഭിക്കാം. ആ പുഷ്പങ്ങൾ കൂടി ഇങ്ങോട്ട് എടുത്തോളൂ.
അശുഭം. അശുഭം സംഭവിച്ചിരിക്കുന്നു. പൂജ അശുദ്ധമാക്കാൻ ആരോ മനഃപൂർവ്വം ശ്രമിച്ചിരിക്കുന്നു. അയ്യോ, എന്തു പറ്റി തിരുമേനി? ദാ ഇങ്ങോട്ട് നോക്കൂ. അയ്യോ, കണ്ടില്ലേ, അർപ്പിക്കേണ്ട പൂക്കൾക്കിടയിൽ ഇതെങ്ങനെ വന്നു? നിർമ്മലേ, എന്താ ഇത്? നിർമ്മലയും കീർത്തിയും കൂടിയല്ലേ പൂക്കൾ ഒരുക്കിയത്? എനിക്കറിയില്ല. ഞങ്ങൾ പൂക്കൾ ഒരുക്കുമ്പോ ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു.